ഇന്ന് കർത്തൃസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഈ ഭൂപരപ്പിൽ അടിയനെ ശേഷിപ്പിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ അത് 3 ഘട്ടമായി തിരിച്ചാണ് പറയുവാൻ ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 1, ദൈവമില്ലാതെ ഞാൻ നടന്നിരുന്ന നാളുകൾ. 2, അകലം വിട്ട് ഞാൻ നടന്നിരുന്ന നാളുകൾ. 3-ാം ഘട്ടം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നാളുകൾ. ഹല്ലേലൂയ. ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുൻപ് എൻ്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. ഹൈന്ദവ വിശ്വാസമാർഗത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസമാർഗത്തിലേക്ക് കടന്നു വന്ന് അൾത്താരപാലനൊക്കെ ആയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ട്. അതിനുശേഷം 2012 ഞാൻ സ്നാനപ്പെടുവാനിടയായി. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നത്. പക്ഷെ കർത്താവ് മുന്നമേ കണ്ടിരുന്നുവെന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. കർത്താവില്ലാതെ, ദൈവമായി ഒരു ബന്ധമില്ലാതെ നടക്കുമ്പോൾ ഞാൻ ആയിരുന്ന വിശ്വാസമാർഗത്തിലെല്ലാം ഞാൻ നല്ല ഭക്തനായിരുന്നു. ഹൈന്ദവ മാർഗത്തിലായിരുന്നപ്പോൾ പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. ക്രിസ്തീയ മാർഗത്തിലേക്ക് വരുന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആഴ്ചയിൽ 7 ദിവസവും കുർബാന കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ ആഴ്ചയിൽ ചില ദിവസങ്ങൾ അൾത്താരപാലനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ നിന്നെല്ലാം കർത്താവ് വിളിച്ചു വേർതിരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവ് ഇല്ലാതിരുന്ന നടന്ന സമയത്ത് ഒന്നും കൂടെ എൻ്റെ ഈ സാക്ഷ്യത്തെ 3ആയി തിരിച്ചതിനെ മറ്റൊരർത്ഥത്തിലും കൂടെ പറയുമ്പോൾ എന്തോ ആയിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരു കാലഘട്ടം, എന്നെ ഒന്നുമല്ലാതാക്കി ദൈവം തീർത്ത ഒരു ഘട്ടം, ഇപ്പോൾ ദൈവമില്ലാതെ ഒന്നും ചെയ്യാൻ വയ്യ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ഹല്ലേലൂയ. എന്തോ ആയിരുന്നെന്ന് ഞാൻ ധരിച്ചിരുന്ന കാലഘട്ടത്തിൽ നിഗളത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കോപത്തിൻ്റെയും മൂർത്തിഭാവമായി ഞാൻ ആയിരുന്ന ഒരു സമയമുണ്ട്. ഞാൻ പ്രായത്തിലധികമായ രീതിയിലേക്ക് ആൾക്കാരുടെ പ്രശംസയും പ്രതീക്ഷയും എന്നിലേക്ക് കടന്നു വന്ന ഒരു ജീവിത സാഹചര്യം, ഒരു ബാക്ക്ഗ്രൗണ്ട്, അതെന്നെ ഒരു നിഗളിയും നിഷേധിയുമാക്കി തീർത്തു. പക്ഷേ പൗലോസിനെ പിടിച്ചതുപോലെ കുതിരപ്പുറത്തുനിന്ന് അടിച്ചു താഴെയിട്ട് കർത്താവിനെ പൊടി തീറ്റിച്ചു എന്ന് തന്നെ പറയണം. ഹല്ലേലൂയ. ആമേൻ. ആ കാര്യം ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ക്രിസ്തുവിലും ക്രൂശിലും അല്ലാതെ ഇന്ന് ഈ സമയം എനിക്ക് പ്രശംസിപ്പാനില്ല. പക്ഷേ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ വന്ന വഴികളെ ഓർമ്മപ്പെടുത്താൻ മാത്രമായി പറഞ്ഞു പോകുന്നതാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഒരു ഗാനത്തിൻ്റെ ഈരടികൾ എഴുതി. ജീവിത സാഹചര്യം അത്ര നല്ലതായിരുന്നില്ല. ഞാൻ SSLC പരീക്ഷ എഴുതുമ്പോൾ 10 സ്കൂളുകൾ കടന്നിട്ടാണ് പരീക്ഷ എഴുതിയത്. അത് എന്തെങ്കിലും ഒരു അക്രമ സ്വഭാവം ഉണ്ടായിട്ടല്ല. ജീവിതത്തിൽ, കുടുംബത്തിൽ അപ്പനോടൊപ്പം പാർക്കാൻ കഴിയാത്ത നിലയിൽ അത്രയും ഉപദ്രവകാരിയായിരുന്ന പിതാവിൻ്റെ പിച്ചാത്തിപ്പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി അമ്മയും ഞാനും എൻ്റെ സഹോദരനും അനാഥാലയങ്ങളിൽ നിന്ന് അനാഥാലയങ്ങളിലേക്ക് ഓടി. അഗതികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് അച്ഛൻ്റെ എഴുത്തു കിട്ടിയാൽ ആഹാരം കിട്ടും, അങ്ങനെ ആ ചീട്ട് കാണിച്ച് ആഹാരം മേടിച്ച് കഴിച്ച സമയങ്ങളുണ്ട്. നല്ല ആഹാരം കഴിക്കാൻ കൊതിച്ച സമയങ്ങളുണ്ട്. ഒരു ചെരുപ്പിടാൻ പോലും ഇല്ലാതിരുന്ന സമയമുണ്ട്. ഹല്ലേലൂയ. ഇതിനെല്ലാം ഇടയിലും ഇങ്ങനെ ഒരു വശത്തൂടെ കഷ്ടം മാത്രം മുന്നോട്ട് പുരോഗമിച്ചു പോകുമ്പോൾ തന്നെ ചില സർഗശേഷികൾ എന്നിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അനാഥാലയത്തിൽ, ഒരു ധ്യാന കേന്ദ്രത്തിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു രാത്രിയിൽ നിലത്താരയ്ക്കോ ചവിട്ടി എറിഞ്ഞ് ഉപേക്ഷിച്ചിരുന്ന ഒരു കടലാസ് കൊണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ചോദിച്ചു, ഞാനൊരു പാട്ട് എഴുതിക്കോട്ടെ? അമ്മ പറഞ്ഞു, നീ എഴുതു മക്കളെ. ഞാൻ ഇങ്ങനെ എഴുതി, ഹൃദയത്തിൽ വിശ്വാസം ഒന്നേയുള്ളൂ, യേശുവല്ലാതൊരു രക്ഷയില്ല, പാപിയാമെന്നെ മോചിപ്പിക്കുന്ന നസ്രയൻ യേശുവെ സ്തുതിച്ചു പാടാം. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എനിക്ക് യേശുവിനെ അറിയത്തില്ല. എനിക്ക് ഈശോയെ അറിയാം. എനിക്കറിയാവുന്ന ഈശോ രൂപമുള്ള കുരിശിൽ കിടക്കുന്നതും ചില്ലിങ്കൂട്ടിലിരിക്കുന്നതും ഫ്രെയിം ചെയ്ത് ഭിത്തിയിലിരിക്കുന്നതുമായ ഈശോയാ.
പക്ഷെ ഈ എഴുതി വെച്ച വരിയുടെ അർത്ഥം വിളിയും തിരഞ്ഞെടുപ്പും ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടെന്ന വചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കുമാറ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് തിരുവചനം പഠിച്ചു തുടങ്ങിയപ്പോഴാ എന്താണ് ഞാൻ എന്ന് എഴുതിയത്, ആ ചെറിയ പ്രായത്തിൽ എഴുതിയതെന്ന് മനസ്സിലായത്. അതായത് യേശുവിനെ രക്ഷിതാവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നും നിന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്നും ആ പ്രായത്തിൽ അറിവില്ലായ്മയിൽ നിന്ന് എഴുതുവാനിടയായി. ഉദ്ദേശം 6ാം ക്ലാസ്സിലേക്ക് അടുക്കുമ്പോൾ അഖില കേരള ഭക്തിഗാന രചനാ മത്സരത്തിൽ അവാർഡ് വാങ്ങിച്ചു. ഒരു വേദിയിൽ ഇങ്ങനെ നിരന്നിരിക്കുക വളരെ പ്രായമുള്ള അപ്പച്ചന്മാർ. അതിനിടയിൽ ഒരു കുഞ്ഞു കയറിയിരിക്കുമ്പോൾ എന്തിനാ മോൻ ഇവിടെ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു അവാർഡ് അഖില കേരള ഭക്തിഗാന രചനാ മത്സരത്തിൽ. പിന്നെ അങ്ങോട്ട് ഉയരങ്ങളിലേക്ക് ഈ അഗതി മന്ദിരത്തിൽ ജനസേവ ശിശുഭവൻ എന്ന് പറയുന്ന ഒരു അഗതി മന്ദിരമുണ്ട് ആലുവയിൽ. ചിലർക്കെങ്കിലും അറിയാം. തെരുവിൽ നിന്ന് വീണ്ടെടുക്കുന്ന കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് ഒരു ഗതിയുമില്ലാതെ അവിടെ പോയി അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് ചില മേഖലകളിലേക്ക് എന്നെ തിരിച്ചുവിടുവാനിടയായി. നാടകങ്ങൾ, മെഗാ ഷോകൾ, നൃത്തങ്ങൾ, അങ്ങനെ അഭിനയത്തിന്റെ പോലെയുള്ള മേഖലകളിലേക്ക് തിരിയാനിടയായി. കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി മെഗാ ഷോ അഭിനയിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നാടകം അഭ്യസിപ്പിക്കുന്ന, അഭിനയം പഠിപ്പിക്കുന്ന നിലയിലേക്ക് വളർന്നു. എന്റെ ആശ്രയം പറഞ്ഞു, നീ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മതി, നിന്നെ ഞാൻ പ്രസക്തിയുടെ ഉന്നത പദവിയിലേക്ക് എത്തിക്കാം. 10ാം ക്ലാസ്സിലേക്ക് അടുക്കുമ്പോൾ 3 വർഷമായി അടുപ്പിച്ചു നടന്ന നാടക മത്സരത്തിൽ 3 വർഷവും 1ാം സ്ഥാനവും ഏറ്റവും മികച്ച നടനുള്ള അവാർഡും കരസ്ഥമാക്കി. 10ാം ക്ലാസ് പൂർത്തിയാകുമ്പോഴേക്കും ഒരു കവിതാ സമാഹാരം എഴുതി. അത് ചില ലൈബ്രറികളിൽ ഇപ്പോഴുണ്ട്. അത് പ്രസിദ്ധപ്പെടുത്തുവാൻ ഇടയായി. എൻ്റെ കവിത വലിയ ജനം നിൽക്കുന്ന ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ +2 എൻ്റെ ഒരു അധ്യാപകൻ അതെടുത്ത് ഈണം നൽകിയിട്ട് ആ ജനസമൂഹത്തിന് മുൻപിൽ നിന്ന് അദ്ദേഹം അത് പാടിയിട്ട് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, വലിയ ആളാകുമ്പോൾ ഞങ്ങളെ ഒന്നും മറക്കരുതേ. ആരുടെയൊക്കെയോ പ്രതീക്ഷയുടെ ഭാരം എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ ആകുമെന്ന്. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്ന പല കാര്യങ്ങൾ, അതേപോലെ നൃത്തം, ക്ലാസിക്കൽ നൃത്തം അല്ലാതെ വെസ്റ്റേൺ നൃത്തം, അത് കമ്പോസ് ചെയ്യും, പഠിപ്പിക്കും, അത് ചെയ്യും. അങ്ങനെ വീഡിയോകൾ പലതും പ്രചരിക്കാൻ തുടങ്ങി. ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ആ ഒരു ആപ്പൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ഫാൻസുകൾ ഇങ്ങനെ വന്ന് കൂടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടത് മനോരമ പത്രത്തിൽ വാർത്തയായിട്ട് പോലും വന്നു. കേരളത്തിൽ പുതിയ ട്രെൻഡിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരാശയം ഉടലെടുക്കുന്നുവെന്ന വാർത്ത പോലും വന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പുരോഗമിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ യേശുവിനെ 17ാമത്തെ വയസ്സിൽ അറിയപ്പെടാനിടയായി. എങ്കിലും ഈ സ്വഭാവങ്ങൾ എന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ആമേൻ, സ്തോത്രം. യേശുവിനെ അറിഞ്ഞുവെങ്കിലും വിശ്വാസ മാർഗത്തിലേക്ക് അമ്മയോടൊപ്പം കടന്നു ചെന്നുവെങ്കിലും യഥാർത്ഥമായി അങ്ങോട്ട് ഉറയ്ക്കാൻ താല്പര്യമില്ലാതെ അവിടെയുമല്ല ഇവിടെയുമല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയാണ് ഞാൻ അകലം വിട്ടുപോകുന്ന സമയങ്ങൾ. വന്നു കയറുന്നത് കേൾക്കുന്ന ആലോചനകൾ, ഈ കർത്താവിന്റെ ദാസന, ദൈവവേലയ്ക്കുള്ളവനാ. ഞാൻ ഈ വിശ്വാസ മാർഗത്തിൽ അമ്മ പോയത് കൊണ്ട് കൂടെ പോയതാ. പക്ഷെ അതിനു മുൻപ് ഭവനങ്ങളിൽ സുവിശേഷവുമായി വന്ന ദൈവദാസന്മാരെ ആക്ഷേപിച്ച് ഞങ്ങളെ കസിൻസ് ചേർന്ന് നല്ലപോലെ പരിഹസിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞങ്ങളെക്കാൾ ഏറെ മുതിർന്ന ആ ദൈവദാസൻ ഒരു മറുപടി പോലും പറയാതെ തലതാഴ്ത്തിയെല്ലാം കടന്നു പോകുമ്പോൾ ഞങ്ങൾ ജയിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിന്നയുടെ മാർഗമാണ്. ഈ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ഉറച്ച് അങ്ങനെ നിൽക്കുവാനിടയായി. ഏത് ദൈവദാസൻ വന്ന് കണ്ടാലും പറയും, നീ ഒരു ദൈവദാസനാ. ഒരിക്കൽ എൻ്റെ മാതാവ് ഒരു കണ്ണു കാണത്തില്ലാത്ത ഒരു സഹോദരിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അമ്മേനെ വളരെ നേരമായി കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് ഞാൻ ചെല്ലുകയാ. ആ സഹോദരിക്ക് കാഴ്ചയില്ല. അമ്മ ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഭവനത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ സഹോദരി പറയുക, ഒരു ദൈവദാസനാണല്ലോ ആ കടന്നു വരുന്നത്. എൻ്റെ ഉള്ളിൽ ഇടിവാള് വെട്ടുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. എങ്കിലും ഞാൻ ദൈവത്തിന് പിടികൊടുക്കാതെ എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഇടയായി തീർന്നു. പക്ഷേ എന്നെ പിടിക്കണമെന്നുള്ളത്, എന്നെ കർത്താവിന്റെ വേലയ്ക്ക് ആക്കണമെന്നുള്ളത് എൻ്റെ അമ്മയുടെ ആഗ്രഹവും ദൈവത്തിന്റെ പദ്ധതിയുമായിരുന്നു.
ഹല്ലേലൂയ. രാത്രികളെ പകലാക്കി എൻ്റെ മാതാവ് ഓലോലെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇവനൊരു ജോലിക്കാരനാകണമെന്നല്ല, ഇവൻ എന്തെങ്കിലും നേടണമെന്നല്ല, ഇവനൊരു സുവിശേഷകനാകണം, ഇവൻ വചനമെടുക്കണം. എൻ്റെ അമ്മ ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ വിരൽ ചൂണ്ടി ഞാൻ എൻ്റെ മാതാവിനെ വെല്ലുവിളിച്ചു, ഞാൻ വെള്ള വസ്ത്രം ധരിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും ധരിക്കരുത് തള്ളേ, ഞാനത് ധരിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ കർത്താവിനിക്കുള്ള വെള്ളവസ്ത്രം അവിടെ തുന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രസക്തിയുടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക പ്രതീക്ഷ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങി. മറ്റുള്ള പലരോടും ഞാൻ വെളിപ്പെടുത്താത്ത നിലയിൽ എൻ്റെ ബുദ്ധിയെ പല രീതിയിൽ ബാധിക്കപ്പെടുവാൻ തുടങ്ങി. പലതും അങ്ങ് ദീർഘമായ രീതിയിലേക്ക് ഭാവനയിൽ കണ്ട് സൃഷ്ടിച്ചു കൊണ്ടിരുന്ന എൻ്റെ ബുദ്ധിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് സംഖ്യകൾ പോലും, നമ്പറുകൾ പോലും ഒരു ഘട്ടത്തിൽ ഞാൻ മറന്നുപോയി. ഒരു കുഞ്ഞിന് 2 അക്ക സംഖ്യ എങ്ങനെ കൂട്ടണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്ടം ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ പകച്ചു നിന്നു. എൻ്റെ ബുദ്ധിയെ എന്തൊക്കെയോ ബാധിച്ചതുപോലെ. മറവി, അതിൻ്റെ ഒരു അംശം ഇപ്പോഴും എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. വ്യക്തികളെ ഞാൻ കണ്ടിട്ട് ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ മറന്നു പോകും. സ്ഥലങ്ങൾ ഞാൻ മറന്നു പോകുന്നുണ്ട്. പലപ്പോഴും ഞാൻ വായിക്കുന്നതൊന്നും എനിക്ക് ഓർത്തിരിക്കാൻ കഴിയാത്ത നിലയിലായി പോകുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് വരുവാനിടയായി തീർന്നു. അതൊരു വശത്ത് നടക്കുമ്പോൾ മാന്യതയും ഇങ്ങനെ പുകഴ്ചയും ഒരു വശത്ത് നിന്ന് എടുത്തു നിന്ന് നേരെ കാര്യങ്ങൾ തിരിഞ്ഞിട്ട് എന്നെ ഒരു കൂട്ടം അങ്ങനെ പരിഹസിച്ചു തുടങ്ങി. അപ്പോഴേക്ക് നമ്മളൊരു പുരുഷന്റെ പ്രായത്തിലേക്ക് കടക്കേണ്ട ഒരു സമയത്തിലേക്ക് വരിക. പ്രതീക്ഷിക്കുന്ന ശാരീരിക വളർച്ചയില്ലാതെ ഇപ്പോൾ ഇത്രയെങ്കിലും ഉണ്ട്. 50 താഴെയെങ്കിൽ തൂക്കമുള്ളൂ, വളരെ തൂക്കം കുറവ്, കറുത്തിട്ട് മെല്ലിച്ച് എന്നെ ആൾക്കാർ എൻ്റെ ശരീരത്തെ, സുഹൃത്തുക്കളുടെ പ്രധാന വിനോദമായി മാറി. ശരീരത്തെ വെച്ച് എന്നെ ആക്ഷേപിക്കുക എന്നുള്ളത്, അങ്ങനെ നിന്ന ഏൽക്കുക, പരിഹാസം ഏൽക്കുക, ഭവനത്തിലും ഇങ്ങനെ മോശമായ സാഹചര്യം പോകുക. അതേപോലെ തന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരിക. ഒരു ഘട്ടം കിടന്നപ്പോൾ ഞാൻ മാനസിക നില തെറ്റുകയാണോ എന്നെനിക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. കുറെ വേഗം ഞാൻ ചുരുക്കി പറയട്ടെ, അല്പം അധികം വൈകാതെ ഞാൻ ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഇതിനിടയിൽ ഞാൻ ഡിഗ്രി പാസ്സായി. ആ ഡിഗ്രി എനിക്ക് പ്ലസ് വണ്ണിന് ഞാൻ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകൻ പറഞ്ഞു, പ്ലസ് 1 പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവനെ ഇവിടെ പഠിപ്പിക്കരുത്, ഞാൻ പഠിത്തത്തിന് അത്ര പോരാ. ആ അധ്യാപകൻ എന്നോട് പറഞ്ഞു, ഇവൻ വേറെ പ്രശ്നമൊന്നുമില്ല, കലാകാരനൊക്കെയാണ് ശരിയാ, പക്ഷേ ഇവൻ ഇവിടെ പഠിച്ചാൽ ഈ സ്കൂളിന്റെ 100% ഇവൻ ഒറ്റൊരുത്തൻ കാരണം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയോ +2 പാസ്സായി. ഡിഗ്രിക്ക് വരുമ്പോൾ മറ്റു വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു ബുദ്ധി ഓർമ്മയോ ഒന്നുമില്ലാന്ന് എനിക്ക് തന്നെ ബോധ്യമായി. പക്ഷേ ഞാനൊരു മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഡിസൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനിടയായി. ഞാൻ എൻ്റെ ഭാവി എങ്ങനെയും പൊരുതി ഞാൻ തന്നെ നേടുമെന്ന് ഉള്ളിൽ ധരിച്ചു. ഇതിനിടയിൽ എനിക്ക് ബോധ്യമുണ്ട്, എവിടെയോ ഒരു മൗനമായി, ഒരു ശാന്തമായി എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട് കർത്താവിന്റെ വേലയെക്കുറിച്ച്. പക്ഷേ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി മത്സരിച്ച് അകലം വിട്ടു തുടങ്ങി, ദൈവത്തിൽ നിന്ന് മാറി തുടങ്ങി. അങ്ങനെ ഡിഗ്രിയുടെ പഠനം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും പരിഹാസിക്കപ്പെട്ട്, ഓരോ ദിവസവും നിന്ദിക്കപ്പെട്ട്, ഓരോ ദിവസവും എൻ്റെ ബുദ്ധി ബാധിക്കപ്പെട്ട് ഞാനിങ്ങനെ അകത്തേക്ക് വലിഞ്ഞ് ഒടുവിൽ ഒരു ഇരുട്ടുമുറിയിൽ തന്നെ ഇരിക്കണമെന്നുള്ള ചിന്തയായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആത്മഹത്യയുടെ ചിന്തകൾ ഉള്ളിലേക്ക് കയറി തുടങ്ങുന്ന നിലയിലേക്ക് ഞാൻ വന്നു. ഇത് ദൈവം അനുവദിച്ചതാ. ദൈവത്തിന്റെ കരം ആശ്വാസമായും തീരും, ദൈവത്തിന്റെ കരം ഭാരമായും തീരും. അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ അടിക്കുക തന്നെ ചെയ്യും. അത് നഷ്ടപ്പെട്ടു പോകാനല്ല, അവരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാ. അങ്ങനെ മുന്നോട്ട് പോയി എല്ലാം കൊണ്ടും ഞാനിങ്ങനെ സീറോ ആയി വന്ന് ഏറ്റവും ഒരു ബിഗ് സീറോ ആയി. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയോ എൻ്റെ അനിയനോ ഇല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാലത്ത് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന്. ഒരാളോട് ചെന്ന് സംസാരിക്കാൻ ധൈര്യമില്ല, ഒരു കടയിൽ ചെന്നൊരു സാധനം മേടിക്കാൻ എനിക്ക് ധൈര്യമില്ല, എനിക്കൊരു റേഷൻ കടയിൽ പോകാൻ പോലും ധൈര്യമില്ലാത്ത രീതിയിൽ ഞാൻ ആകെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ്. അതെൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ശ്രമിക്കുന്നത് ഇതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചും പറഞ്ഞും ഇതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെല്ലാം അബദ്ധങ്ങളായി മാറുക. ഇതിനിടയിൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഡിഗ്രിക്ക് ഒരു ലോൺ എടുത്തു, വീട്
ഇങ്ങനെ ആ ലോഡും ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ട് വരിക. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോലി ചെയ്തിട്ട് ശരിയാകുന്നില്ല. പിന്നെയും ആലോചന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ജോലിയിൽ നിന്ന് ശരിയാകാത്തത് കൊണ്ട് അനേക ബിസിനസ് ഐഡിയകളിലേക്ക് കൂട്ടുകാരുമായി ചെന്നു. ആ ബിസിനസ്സിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം എന്നോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഈ ബിസിനസ്സിന് നീ അവനുമായി കൈ കൊടുത്താൽ നിനക്കല്ല അവനായിരിക്കും നഷ്ടം. കാരണം ഒരു കപ്പല് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കപ്പലിലല്ല ഞാൻ കയറിയത്, ഞാൻ ലക്ഷ്യം വെച്ച കപ്പലിലേക്കാണ് കയറിയത്. അതുകൊണ്ട് ആ കപ്പലിലുള്ളവർക്കത് ദോഷം ചെയ്യും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. കൈവച്ചോടത്തെല്ലാം നഷ്ടം, കടമങ്ങനെ അങ്ങ് പെരുകുക. എല്ലാ വിഷയങ്ങളും പ്രതികൂലമായി വന്നു. അനുകൂലമായി ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. അളമുട്ടിയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ മാതാവ് എന്നോട് പറഞ്ഞു, ഈ കുടുംബത്തിന്റെ ശാപം നീയാ, ഈ കുടുംബം തകരാൻ കാരണം നീയാ. കാരണം ദൈവം വിളിച്ച വഴിയെ പോയിരുന്നെങ്കിൽ, ഒന്ന് അനുസരണം കാണിച്ചിരുന്നെങ്കിൽ ആ ഗതിയിലേക്ക് വരില്ലായിരുന്നു. ആ രീതിയിൽ എൻ്റെ അമ്മ പറയേണ്ട വന്നു. എൻ്റെ അനിയൻ എന്നെ ഏറെ വെറുത്തു. അവൻ എന്നോട് ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ചോദിക്കുക, ഇത്രയും മന്ദബുദ്ധിയായി പോയോ? അതെ, എൻ്റെ ബുദ്ധി കെട്ടി ഒരു മന്ദബുദ്ധി പോലെ ഞാൻ ആയിപ്പോയി. ദിക്കും പൊക്കും അറിയാത്ത നിലയിൽ ആയിപ്പോയി. എൻ്റെ അനിയൻ ചോദിക്കുക, നീയാണോ ചേട്ടൻ, ഞാനാണോ ചേട്ടൻ എന്ന നിലയിൽ ചോദിക്കുക. അവനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ, അല്ലെങ്കിൽ അമ്മേനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില വർഷങ്ങൾ ഭീകരമായി മുന്നോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. അങ്ങനെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് വന്ന് എന്നെ ഒരു ഘട്ടത്തിൽ ദൈവം പഠിപ്പിച്ചു, നീ ഒന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ പഠിച്ചിറങ്ങിയ മേഖലകളിലൊന്നും ജോലിയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒടുവിൽ ഒരു തെരുവോരത്തൊരു കവലയിൽ എച്ചിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുക. കൂടെ പഠിച്ചവരെല്ലാം വന്ന് തലകുലുക്കി കടന്നു പോവുക. അവിടെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ഒരു പന്നിക്കൂട്ടിൽ, പന്നി ഫാമിൽ പന്നിയുടെ വേസ്റ്റ് വരാൻ പോവുക. എറണാകുളത്ത് നിന്ന് വലിയ ലോറിയിൽ, 407 ലോറിയിൽ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടം കടന്നു വരും. ഇത് ഓട്ടോറിക്ഷ ആയിട്ട് പോയിട്ട് അത് വാരിക്കൊണ്ട് വരണം. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ അകത്ത് കൈയിട്ട് എല്ലും മുള്ളും പറക്കി മാറ്റി വെക്കണം. ഇത് പന്നി തിന്ന പന്നി ചത്തുപോകും. എന്നിട്ട് ഇത് വേവിച്ച് വേണം പന്നിക്ക് കൊടുക്കാൻ. ഈ വേസ്റ്റിൻ്റെ അകത്ത് കൈയിട്ട് വാരി ചില ദിനങ്ങൾ കടന്നപ്പോൾ ധൂർത്തപുത്രനെ പോലെ ഞാൻ മുകളിലേക്ക് നോക്കി. ഹല്ലേലൂയ. എൻ്റെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പിനും ഞാൻ അന്ന് കീഴടങ്ങിയിരുന്നെങ്കിൽ ഒരു തീരുമാനമെടുക്കാനിടയായി, കർത്താവേ, ഞാൻ അങ്ങയെ സേവിപ്പാൻ, അങ്ങയുടെ വേല ചെയ്യുവാൻ ഇതിലും വലിയ നിന്ദകൾ ഇനി എനിക്ക് സഹിക്കാനില്ല. എനിക്ക് അനുഭവിക്കാവുന്ന നിന്ദകളെല്ലാം വന്നു. ഭവനത്തില് പെറ്റമ്മ പോലും തള്ളിപ്പറയുന്ന നിലയിലേക്ക് ഞാൻ എത്തി. ഇനി ഇതിൽ അധികമായിട്ട് എന്ത് നിന്ന എനിക്ക് വരാനുള്ളത്? എല്ലാ മനുഷ്യരാലും നിന്ദിക്കപ്പെട്ടു. അതിലും വലിയ നിന്നയല്ലല്ലോ അങ്ങയുടെ വേല. അതുകൊണ്ട് ആ വേലയ്ക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ഒരു ഘട്ടത്തിൽ ഒരു ദൈവദാസി എന്നോട് ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ നിർബന്ധപൂർവ്വം ഇറങ്ങിപ്പോരുമ്പോൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, നിന്റെ മേൽ കർത്താവിന്റെ വിളിയുണ്ടെങ്കിൽ നീ എവിടെ പോയാലും നിന്നെ ഒടിച്ചു മടക്കി കർത്താവ് നിന്റെ അകത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. എന്നെ കർത്താവ് ഒടിച്ചു മടക്കി അകത്ത് കൊണ്ടുവന്നു. പിന്നത്തേതിൽ ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് കർത്താവിലേക്ക് ആശ്രയം വെച്ചു തുടങ്ങി. ചില ദിവസങ്ങൾ ഉപവാസത്തോടെ പാവിരിച്ച് കമന്ന് കിടന്ന് വാവിട്ട് കരഞ്ഞു. ഹല്ലേലൂയ. ഇന്നും ആ മുറി എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പഴയ ആലയത്തിന്റെ ഒരു പഴയ വീടാ. അത് ആലയമായി വേർതിരിച്ചിരിക്കുക. അതിൽ വേസ്റ്റ് സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു മുറിയുണ്ട്, ഒരു ചായ്പുണ്ട്. അതിലൊരു വിരിച്ചിട്ടിട്ട് ഞാൻ കവന്ന് കിടന്ന് വാവിട്ട് കരഞ്ഞു ദൈവസന്നിധി. കർത്താവേ, ഇനി എനിക്കൊരു വഴിയില്ല, എൻ്റെ മുമ്പിൽ ഇനി ഒരു സാധ്യതയില്ല. ഞാൻ തീർന്നു, ഞാൻ തോറ്റു, ഞാൻ പരാജയമായി പോയി. എന്തു ചെയ്താലും ഞാൻ നഷ്ടമാണ്, എന്ത് ചെയ്താലും ഞാൻ പരാജയമാണ്. എൻ്റെ കിടപ്പാടം വരെ ജപ്തിയാകുക ഞാൻ കാരണം. എൻ്റെ അമ്മ പോലും പറഞ്ഞു, നീ ശാപമാണ്, ആർക്കും എന്നെ വേണ്ട. ആ നിലവിളി ദൈവത്തിൻ്റെ കാതിൽ ചെന്ന് പതിച്ച് കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ചരിത്രം മാറുകയാണ്. എല്ലാവരും പറഞ്ഞു, ഒന്നിനും കൊള്ളത്തില്ല, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാം, പോക്ക, പൊട്ടന, മന്ദബുദ്ധിയ, കോവലിന് വള്ളി കെട്ടാൻ പോലും ഇവനെ കൊണ്ട് കൊള്ളത്തില്ല. അവൻ വരട്ടെ, മറ്റവൻ വരട്ടെ, അവനെ പറ്റൂ, ഇവനെ കൊണ്ട് ഒന്നിനും വയ്യ. ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ സഹകരിക്കാൻ ചെല്ലുമ്പോൾ പലയിടത്തും മാറ്റി നിർത്തും, നിനക്കതിന് കഴിവില്ല. പലരും മന്ദബുദ്ധി എന്ന് വിളിക്കുകയാണ്.
ഇത്രയും ഞാനൊരു ഫെയിമിൽ നിന്നിട്ട് വന്നനുഭവിച്ചു നിന്ന ദൈവം ഒന്നുമല്ലാതാക്കി തീർത്തു നിർത്തി. ഞാൻ സമ്മതിച്ചു, കർത്താവേ, ഇനി അങ്ങില്ലാതെ എനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. അങ്ങില്ലാതെ എനിക്കൊരു വാക്ക് പറയാൻ കഴിയത്തില്ല. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിക്കല് തുടങ്ങി. ഒരാളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ അസാധാരണമായി വിൽക്കുകയാണ്. ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പോലും പറഞ്ഞിട്ടില്ല. ഭവനത്തിൽ ഉള്ളവരോട് എനിക്ക് സംസാരിക്കാം, പുറത്തുള്ളൊരു വ്യക്തിയോട് എനിക്ക് സംസാരിക്കത്തില്ല. ഞാൻ വല്ലാതെ വിൽക്കുക, വാക്കുകൾ തെറ്റിപ്പോവുകയാണ്. സംസാരിക്കുന്നതിനിടയിൽ എന്താ ഞാൻ പറയാൻ വന്നതെന്ന് ഞാൻ മറന്നു പോവുകയാണ്. അത്രയും ഗതികേടിലേക്ക് ഞാൻ വന്നെത്തി. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് വീണ്ടും എൻ്റെ കരം പിടിച്ചെന്നെ എഴുന്നേൽപ്പിച്ചു. ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു, ആലയത്തിലേക്ക് കടത്തിവിട്ടു. ഹല്ലേലൂയ. ഇനി കർത്താവ് പടകിനെ നിറയ്ക്കാൻ പോകുന്ന സമയങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ ഈ കഷ്ടത്തിന് നടുവിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ചിലരുമുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊരു വരുമാന മാർഗം ഇനി ആവശ്യമില്ല, ഇനി കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അത്രയും ആയല്ലോ. എല്ലാം കൊണ്ട് ഞാൻ കീഴടങ്ങി, സറണ്ടറായി. അങ്ങനെ കർത്താവ് ശുശ്രൂഷയ്ക്ക് എഴുന്നേൽപ്പിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ശുശ്രൂഷയോടൊപ്പം നിനക്കൊരു ജോലി ഞാൻ തരും. ഹല്ലേലൂയ, സ്തോത്രം. എച്ചിപ്പാത്രം പന്നിയുടെ മലവും പന്നിയുടെ വേസ്റ്റും വാരിക്കൊണ്ടിരുന്ന ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ഇന്ത്യയിൽ മൊത്തത്തിൽ സപ്ലൈ ഉള്ള ഒരു മെഡിക്കൽ കമ്പനിയിൽ സീനിയർ ഡിസൈൻ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് അപ്പോയിൻമെന്റ്, ഇന്റർവ്യൂ ഇല്ലാതെ, ഹല്ലേലൂയ, ആ കമ്പനിയുടെ രീതികളെ മാറ്റുവാനുള്ള ആശയങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ഞാൻ ആ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അതിനു മുൻപ് ഞാനൊരു സ്ഥലത്ത് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഡിസൈനറായിട്ട് ജോലി ചെയ്യുക. ആ സ്ഥാപനത്തിലെ ഉടമസ്ഥൻ പറഞ്ഞു, ആരും ഇങ്ങോട്ട് വരല്ല, ഇവനാ ഈ മന്ദബുദ്ധി അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കൂടെയുള്ള ആൾ അവധി ഉള്ളപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഇനി കർത്താവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡിസൈൻ മേഖലയിൽ ഞാൻ പഠിച്ച കോളേജിൽ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് അവാർഡ് മേടിച്ചു. ഞാൻ ആ മനുഷ്യനായത് നിസ്സഹായനായിട്ട് നിൽക്കുന്ന കർത്താവിന് സ്തോത്രം. ഞാൻ അവിടെ നിൽക്കും, ഇരുന്ന് ആ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ ജോലി എനിക്ക് എങ്ങനെ കിട്ടിയേ, അങ്ങനെ ഇതെങ്ങനെ എവിടം വരെ എത്തിച്ചേ, എനിക്കിത് ചെയ്യാൻ അറിയത്തില്ല, പറഞ്ഞു തരണേ. കർത്താവ് ഇടപെട്ടു. ഹല്ലേലൂയ. ആ ജോലി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ പഠിച്ചിട്ട് കാര്യമില്ല, നീ പഠിച്ചാൽ ഈ സ്കൂളിന്റെ 100% നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സ്കൂളിന് മുൻപിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അത് 12 ഡിവിഷനുള്ള ഒരു കമ്പനി പ്ലേസ് ചെയ്യുക. അതിലൊരു ഡിവിഷൻ, അതായത് ഒരു കമ്പനിയുടെ തന്നെ ഹെഡായിട്ട് അവരെന്നെ നിയമിക്കുക. ഞാൻ പറഞ്ഞു, എനിക്കതിന് കഴിവില്ല, എനിക്കതറിയത്തില്ല. ആ മനുഷ്യൻ വിശ്വാസിയല്ല. ആ മനുഷ്യനോട് പറയുക, നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്, അതാണ് നിങ്ങളിൽ കാണുന്ന യോഗ്യത. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടേ ചെയ്യൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ പോസ്റ്റ് തരികയാണ്. ഞാൻ അവിടെ സേവനം അനുഷ്ഠിച്ചപ്പോൾ 2 കമ്പനിയിൽ മാനിക്കപ്പെട്ട പൊസിഷനുകളിൽ ഇരുന്ന് സാലറി വാങ്ങുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഞാൻ പറയുന്ന ആശയത്തിന് വേണ്ടി ആ കമ്പനിയുടെ സ്ഥാപകൻ പോലും കാത്തു നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, ഇതെങ്ങനെ, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, എപ്പോൾ എൻ്റെ കർത്താവ് പറയുന്നു, അന്ന് ഞാൻ ഈ ജോലി രാജിവെച്ചിറങ്ങും, പൂർണ്ണ സമയം സുവിശേഷവുമായി നടക്കുമെന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാനൊക്കെയായി. ഇതിനിടയിൽ അനുഗ്രഹീതമായ നിലയിൽ കർത്താവ് എൻ്റെ വിവാഹം നടത്തി. 2 വാക്ക് ചേർത്ത് സംസാരിക്കാൻ അറിയത്തില്ലാത്ത എന്നെ പല വേദികളിൽ കർത്താവ് കൊണ്ട് സംസാരിപ്പിച്ചു. ഒരു വേദിയിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞിറങ്ങുമ്പോൾ മെസ്സേജ് കേട്ടിരുന്നവർ വന്ന് ഓരോരുത്തരായി കരം തന്നിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഇന്ന പൊസിഷനുള്ള വ്യക്തിയാ, ഞാൻ ഇന്ന സ്ഥലത്തെ ഒരു സയന്റിസ്റ്റാ, ഞാൻ ഇന്ന സ്ഥലത്തെ വലിയൊരു എഞ്ചിനീയറാ. അങ്ങനെ അത്രയും വലിയ വേദികളിൽ കർത്താവ് കൊണ്ട് ഇരുത്തി എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ആലോചന പ്രകാരം 2024 ഞാൻ ജോലി രാജിവെച്ച് പൂർണ്ണ സമയം കർത്താവിന്റെ വേലക്കിറങ്ങി ഇന്ന് കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഞാൻ പറയട്ടെ, കർത്താവില്ലാതെ ഒരു വാക്ക് സംസാരിപ്പാനോ നിലനിൽപ്പാനോ എനിക്ക് സാധ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ വിളി നിങ്ങളുടെ മേൽ, തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തോട് മത്സരിക്കാതെ, മറുതലിക്കാതെ
അതിന് കീഴടങ്ങുന്നുവെങ്കിൽ നിങ്ങളെ ഉയർത്തി മാനിച്ചനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നാമം മാത്രം മഹത്വം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരം തന്നവർക്ക് നന്ദി അറിയിക്കുന്നു.